മിഥില കൂടെ ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, ഇപ്പോൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അപ്പൊ അതിനു മുൻപ് പലയിടങ്ങളിലായി ഒരു എന്താ പറയുന്ന ഒരു സീരീസ് പോലെ നടന്ന ഒരു സംഘടനം ഇതിൽ മുതിർന്നവരുണ്ട് എന്ന് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു. നമ്മൾ ദൃക്സാക്ഷികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഇത്തരത്തിൽ മുതിർന്നവർ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു? ക്രിസ്റ്റീന, അക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഈ കുട്ടിയെ ആക്രമിച്ച അവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന ഒരു സംശയം, ആ സംശയത്തിന് ഉതകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, കണ്ണൊന്ന് പോയി നോക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ, പിതാവ് ഇന്നലെ പറഞ്ഞതുപോലെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ആക്രമണം എന്ന് തന്നെ ഇതിൽ പറയേണ്ടിയിരിക്കുന്നു. ഇതിലിപ്പോൾ നിലവിൽ താമരശ്ശേരി പോലീസാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ അതുമാത്രമല്ല, ദൃക്സാക്ഷികളിൽ പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിയെ ആക്രമിക്കുന്ന കുട്ടികൾ ഒരാളുടെ കയ്യിൽ മാരകായുധം പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിലുൾപ്പെടെ പോലീസിന് ഇനിയിപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ നിലവിൽ കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചുമത്തേണ്ടി വരും. അത്തരത്തിലായിരിക്കും പോലീസിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോവുക. എന്തുതന്നെയായാലും ദാരുണമായ ഒരു സംഭവമാണ്. അടുത്ത് ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ, റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ വാർത്തയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്കും മാനസികമായി തന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾ, നമ്മളും ഈ കുട്ടികളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുന്ന ആളുകളാണ്. ഈ കാലത്തെ കുട്ടികളുടെ മാനസിക നില എത്തരത്തിലാണ് പോകുന്നത് എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ കൗൺസിലിംഗ് അല്ലെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ഒക്കെ കുട്ടികൾക്ക് നൽകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്. എന്തുതന്നെയും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം താമരശ്ശേരി പോലീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി പോലീസിന്റെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇത് കണ്ടെത്തേണ്ടത്. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ പിതാവ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്നത് ഗുരുതര ആരോപണം തന്നെയാണ്. കൃത്യമായ ഒരു ആസൂത്രണത്തോടെ ഈ സംഘത്തിൽ കൊട്ടേഷൻ സംഘമുണ്ട് എന്ന് തന്നെ പറയുന്നു. അതിന് അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ ഈ കുട്ടികൾ തമ്മിൽ പങ്കുവച്ച ഈ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായ ഒരു പിതാവിന്റെ ആരോപണം അതുപോലെ തന്നെ വളരെ ഗൗരവമേറിയ ഒന്നാണ് ഈ ഇൻസ്റ്റഗ്രാം ചാറ്റും. നമുക്ക് അത് കൊച്ചുകുട്ടികളുടെ ഒരു ഭാഷയല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ശബ്ദത്തിൽ നിന്നറിയാം വിദ്യാർത്ഥികൾ തന്നെയാണ് സംസാരിക്കുന്നത് എന്നറിയാം. അപ്പോൾ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം, എല്ലാ കുട്ടികളും ഇങ്ങനെയല്ല. പുതുതലമുറയെ ആകെ നമ്മൾ കുറ്റം പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഒരു വിഭാഗം കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ വാർത്തയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ കേസുണ്ട്, നടപടികളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, 15 വയസ്സ് 16 വയസ്സേ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള നിയമ നടപടികളിലേക്കാണ് കടക്കേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ ക്രിമിനൽ വാസന ഈ കുട്ടികളിൽ വളർന്നത് ഏത് രീതിയിലാകും? ഇത്രയേറെ വൈരാഗ്യബുദ്ധിയോടുകൂടി, അക്രമവാസനയോടുകൂടി ഈ കുട്ടികൾ ഇത്തരം അതിക്രമങ്ങൾ കാണിച്ചത്, അതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകളുണ്ടോ? അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയുണ്ടോ? ഇതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാ കുട്ടികളെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗം കുട്ടികൾ, എന്തുകൊണ്ട് അവരിൽ ഇത്തരം ഒരു അക്രമവാസന വളരുന്നു, അത് എവിടെ നിന്നാണ് അവരിലേക്ക് എത്തുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. നിലവിലിപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, 15 വയസ്സുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം, നിയമ നടപടി കേസ് മറ്റുമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഈ കുട്ടികൾ, ഈ ഒരു അക്രമ സംഭവം നടക്കുന്ന സമയത്ത് കുട്ടികളിൽ ഒരാളുടെ കയ്യിൽ മാരകായുധത്തിന് സമാനമായ എന്തോ ഉണ്ട് എന്നൊരു ദൃക്സാക്ഷി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഇവർക്ക് ഇത്തരമുള്ള ആയുധങ്ങൾ എവിടെ നിന്നും കിട്ടി എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിതാവിന്റെ ആരോപണം വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. ഗൂഢാലോചന അല്ലെങ്കിൽ കൃത്യമായ ഒരു ആസൂത്രണം ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ ഇതിലുണ്ടോ എന്നതും പിതാവ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും താമരശ്ശേരി പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുക. നിലവിൽ ഇന്നലെ രാത്രി 12:30ക്കാണ് ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. വെന്റിലേറ്ററിലായിരുന്നു, സർജിക്കൽ ICUലായിരുന്നു ഉണ്ടായിരുന്നത്.
ഇന്നലെ രാത്രി ഒരു 10:30 മുതൽ തന്നെ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ജീവൻ നിലനിർത്താനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഡോക്ടർമാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. 10:30 മുതൽ തന്നെ വളരെ മോശം അവസ്ഥയിലേക്ക് കുട്ടിയുടെ ആരോഗ്യനില പോയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് താമരശ്ശേരി വീട്ടിലുണ്ടായിരുന്ന കുട്ടിയുടെ മാതാവിനെ ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിയെ കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. 12:30യോടെയാണ് ഈ ഒരു മരണം സ്ഥിരീകരിച്ചത്. 70%-ലേറെ യോടെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതെന്നാണ് മിഥില ബാലനാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതിരാവിലെ തന്നെ ഈ ദുഃഖകരമായ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നിന്നത്. പക്ഷേ ഇതുപോലൊരു വാർത്ത വരുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലേ ക്രിസ്റ്റീന?